ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. ഈ വിജയം നമുക്ക് നേടിയെടുക്കണമെങ്കിൽ അതിനു വേണ്ടുന്ന ആത്മജ്ഞാനം, അവനവനെക്കുറിച്ചുള്ള അറിവ്, അവനവൻ ഓരോ നിമിഷവും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ്, ഇത് നമ്മുടെ ബോധമണ്ഡലത്തിൽ, ബുദ്ധിയിൽ ഉറച്ചു നിന്നാലേ നമുക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ സാധിക്കുള്ളൂ. അതായത് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് അവൻ്റെ തീരുമാനങ്ങളും ആ തീരുമാനങ്ങൾക്കനുസരിച്ചിട്ടുള്ള പ്രവൃത്തികളും അല്ലെങ്കിൽ ചിന്തകളും അതിനെയും ആശ്രയിച്ചുള്ളതാണ്. എന്ത് നിങ്ങൾ തീരുമാനിക്കുന്നു, അതിനനുസരിച്ച് എന്ത് നിങ്ങൾ ചിന്തിക്കുന്നു, ഇത് രണ്ടും വളരെ കണക്റ്റഡാണ്. തീരുമാനം തെറ്റിയാൽ ചിന്തകൾ തളർത്തും, അല്ലെങ്കിൽ തളർത്തുന്ന ചിന്തകളായിരിക്കും ഉണ്ടാവുക. തീരുമാനം വ്യക്തമാണെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ ഉയർത്തും. ഒന്ന് ബുദ്ധിയുടെ പ്രവർത്തനമാണ്, മറ്റേത് മനസ്സിൻ്റെ പ്രവർത്തനമാണ്. തീരുമാനിക്കുന്നത് ബുദ്ധിയാണ്, എന്നാൽ ചിന്തിക്കുന്നത് മനസ്സാണ്. അതുകൊണ്ട് നാം ഓരോ നിമിഷവും എന്ത് തീരുമാനിക്കണം, എന്ത് ചിന്തിക്കണം എന്നതിനെക്കുറിച്ച് വളരെ വളരെ വ്യക്തതയുള്ളവരായിരിക്കണം. ഞാൻ പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് അത്ര വ്യക്തമാവുന്നില്ലെങ്കിൽ ഒരു ചെറിയ ഉദാഹരണം അത് മാത്രം മതി. എന്ത് നാം തീരുമാനിക്കുന്നു അതിനനുസരിച്ചായിരിക്കും നാം ചിന്തിക്കുക. നമ്മുടെ സ്വന്തം ജീവിതം എടുത്തു നോക്കിയാൽ മതി. നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കുറച്ച് പണമുണ്ടാക്കണം എന്ന് ചിന്തിക്കുന്നു. അതും എളുപ്പത്തിൽ പണമുണ്ടാക്കണം എന്ന് തീരുമാനിക്കണം. എനിക്ക് കുറച്ച് പണം എളുപ്പത്തിലുണ്ടാക്കണം. അപ്പം നമ്മൾ ആ എളുപ്പത്തിൽ പണമുണ്ടാക്കാനുള്ള മാർഗങ്ങളായിരിക്കും ചിന്തിക്കുന്നത്. ആ ചിന്തകൾ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് വേണ്ടാത്ത കൂട്ടുകെട്ടുകളിലുമായിരിക്കും. അപ്പോൾ നോക്കൂ, നമുക്ക് എളുപ്പം പണമുണ്ടാക്കണം എന്നൊരൊറ്റ ചിന്ത, എളുപ്പം പണമുണ്ടാക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചുള്ള, എളുപ്പം പണമുണ്ടാക്കണമെന്ന തീരുമാനം, എളുപ്പം പണമുണ്ടാക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, അതനുസരിച്ചുള്ള കൂട്ടുകെട്ടുകൾ, അതല്ലേ നാം കള്ളക്കടത്ത് സംഘങ്ങളിലൂടെ, കഞ്ചാവ് തുടങ്ങിയിട്ടുള്ള ലഹരി വസ്തുക്കളിലൂടെ, കള്ളക്കടത്ത് തുടങ്ങിയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കാണുന്നത്. ഇവർക്കൊക്കെ പണമുണ്ടാക്കണം, എളുപ്പത്തിൽ പണമുണ്ടാക്കണം എന്നുള്ള തീരുമാനമാണ്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ എടുക്കുന്ന തീരുമാനം അത് നമ്മുടെ ജീവിതത്തെ എങ്ങനെയാവണം എന്ന് തീരുമാനിക്കാം. രാവിലെ തന്നെ എണീക്കണോ, എണീക്കണ്ട, നമ്മൾ വൈകുന്നു. പിന്നെ നമ്മൾ ഓരോ കാര്യത്തിലും നമ്മളിങ്ങനെ എക്സ്ക്യൂസ് കാണിക്കുന്നു. കുറേ കഴിഞ്ഞാൽ നമ്മളിൽ നിന്നും ഉണ്ടാകുന്നത് ആർക്കും വേണ്ടാത്തൊരു വ്യക്തിത്വമായിരിക്കും. നമ്മളാണ് നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റിമറയ്ക്കേണ്ടതെന്ന് പോലും നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ ഇവിടെ പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം വിജയമാക്കി തീർക്കണമെങ്കിൽ എടുക്കുന്ന തീരുമാനം, ഏത് തീരുമാനമാണ് വേണ്ടത് അത് നിങ്ങൾ തീരുമാനിക്കണം. ശ്രേയസിൻ്റെ മാർഗം വേണോ, പ്രേയസിൻ്റെ മാർഗം വേണോ? അർജുനൻ കൃഷ്ണനോട് പറഞ്ഞത്, എനിക്ക് ശ്രേയസിൻ്റെ മാർഗം വേണം. ശ്രേയസ് എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കണം, നമ്മളെ ശ്രേഷ്ഠരാക്കുന്ന, മറ്റുള്ളവർക്ക് പോലും പ്രയോജനമുണ്ടാകുന്ന, ഉന്നതി ഉണ്ടാകുന്ന, എല്ലാവർക്കും കൈപിടിച്ച് മുന്നോട്ട് പോകാൻ പ്രേരണയും പ്രചോദനവും ഉണ്ടാകുന്ന ആത്മധൈര്യത്തിൻ്റെ, ആത്മശക്തിയുടെ മാർഗമാണ്. മറ്റേത് താൽക്കാലികമായ നേട്ടത്തിന് വേണ്ടി തൻ്റെ സുഖത്തിന് പ്രാധാന്യം കൊടുത്ത്, സ്വാർത്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്ത്, ഉള്ളിൽ ഭയവും വിദ്വേഷവും ഒക്കെ കൊണ്ടു നടന്ന് നാം താൽക്കാലികമായി പല നേട്ടങ്ങൾ നേടിയാലും പിന്നീടത് നമ്മളെ കുറ്റബോധത്താൽ വേദനിപ്പിച്ചു കൊണ്ടിരിക്കും. കാരണം നമുക്ക് മനസ്സിലാവും നമ്മൾ പോകുന്ന ആ മാർഗത്തിൽ എന്തോ ചില ശരികേടുണ്ട്. പക്ഷേ നമ്മൾ കോംപ്രമൈസ് ചെയ്ത് അങ്ങനൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകും. മദ്യപാനികളായ ആളുകൾക്കറിയാം ആ മാർഗത്തിലൂടെ പോകുന്നത് നാളെ വലിയ രോഗികളാക്കുന്നു. പക്ഷെ എന്നാൽ ആ മാർഗത്തിൽ നിന്ന് മാറാൻ അവർക്ക് പറ്റുന്നില്ല. കാരണം ആ ലഹരി തലയ്ക്ക് പിടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഉന്മാദ അവസ്ഥ,
അവരെ വീണ്ടും വീണ്ടും അതിലേക്ക് അവരെ പോകാൻ പ്രേരിപ്പിക്കുന്നു. എന്നാൽ തൻ്റെ മസ്തിഷ്കത്തിന് ഉന്മാദം പിടിക്കുമ്പോൾ, ലഹരിയുടെ ഒരു ഉന്മത്തത കയറി പിടിക്കുമ്പോൾ, ആന്തരിക അവയവങ്ങൾ ഈ ഉന്മത്തമായ അവസ്ഥയിലും കരയുകയാണ്, വേദനിക്കുകയാണ്, വിഷമിക്കുകയാണ്, തളരുകയാണ്. അവൻ അറിയുന്നില്ല. അപ്പം തലയ്ക്ക് സുഖം, പക്ഷേ അവയവങ്ങൾ കരയുന്നു. ഇതവനറിയാം. കുറേ കഴിഞ്ഞാൽ ലങ്സ് വീക്കാവുന്നു, ലിവർ വീക്കാവുന്നു. ഇതെല്ലാം കുറേ കഴിഞ്ഞ് അറിയുമ്പോഴേക്കും പിന്നെ കുറ്റബോധവും വിഷമവും വേദനയും ദുഃഖവും. അപ്പം അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ ഇവിടെ പറയുന്നു, നമുക്ക് ശ്രേയസ്സിൻ്റെ മാർഗത്തിലൂടെ പോകണമെങ്കിൽ നമ്മുടെ ബുദ്ധിക്ക് നല്ല വ്യക്തത വേണം. ഈ ബുദ്ധിയുടെ തെളിച്ചം, ബുദ്ധിയുടെ ദൃഢത നഷ്ടപ്പെടുന്നൊരു സമൂഹത്തിലാണ് ആത്മഹത്യയും അതുപോലുള്ള അപകടങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. ഇന്ന് പെൺകുട്ടികൾ വിദ്യാസമ്പന്നരാണെങ്കിലും അവർ മനോബലത്തിൻ്റെ കാര്യത്തിൽ ഇന്നേറെ ദുർബലരാണ്, ഏറെ അവശരാണ്. ഏറെ ഇന്നവർ നമുക്ക് പറയാം മനോവേദനകളും അല്ലെങ്കിൽ മനോവിഷമങ്ങളും അനുഭവിക്കുന്ന മാനസികമായ വളരെ ദീനരാണ്. മാനസികമായ അങ്ങേയറ്റം ഒരു ശുഷ്ക മനസ്സുമായിട്ട് ജീവിക്കുന്നവരാണ്. അപ്പം അതുകൊണ്ട് നമുക്കൊരു നല്ല സമൂഹത്തെ വാർത്തെടുക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഉണ്ടാവണം. അതാണ് ഭഗവാൻ കൃഷ്ണൻ ഗീതയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. എന്ത് തീരുമാനിക്കണം, എന്ത് ചിന്തിക്കണം, ഇത് നാം സ്വയം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ജീവിതം വിജയിക്കുന്നതിന് പകരം പരാജയം മാത്രമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഗീതയിലേക്ക് തന്നെ നോക്കാം. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ വിജയമാക്കി തീർക്കേണ്ടതെന്ന് കൃഷ്ണൻ പറഞ്ഞിരുന്നു. നാം 30ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്, 3-ാം അധ്യായത്തിൽ. മയി സർവാണി കർമാണി സന്യസ്യദ്യാത്മചേതസാം നിരാശീ നിർമ്മമോ ഭൂത്വാ യുദ്ധ്യസ്സ വിഗതജ്വരം. മയി സർവാണി കർമാണി സന്യസ്യദ്യാത്മചേതസാം നിരാശീ നിർമ്മമോ ഭൂത്വാ യുദ്ധ്യസ്സ വിഗതജ്വരം. ഈ ശ്ലോകം നിങ്ങൾ ഒന്ന് വായിച്ച് അതിൻ്റെ അർത്ഥം നോക്കിയാൽ ഒന്നും പിടികിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭഗവാൻ പറയുന്നു സർവാണി കർമാണി. സർവ അണി കർമാണി. സർവ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, എല്ലാ. കർമാണി എന്ന് പറഞ്ഞാൽ കർമ്മം, അത് മനസ്സിലാവും. മയി, എന്നിൽ. മയി എന്ന് പറഞ്ഞാൽ എന്നിൽ. സന്യസ്യ, നമ്മൾ സന്യാസി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇവിടെ സന്യസ്യ. ഈ സന്യസ്യ എന്നുള്ള വാക്കൊക്കെ ആദ്യമായിട്ടാണ് ഇവിടെ ഗീതയിൽ പറഞ്ഞു തുടങ്ങണത്. ഇനി കുറേ അങ്ങോട്ട് വരുമ്പം കൂടുതലുണ്ട്, ആവർത്തിക്കപ്പെടും. അപ്പം സന്യസിക്കുക എന്ന് പറഞ്ഞാൽ സന്യാസി, എല്ലാം ത്യജിക്കുക. ത്യജിച്ചവനാണ് സന്യാസി എന്നാണ്. ത്യാഗമാണ് സന്യാസിയുടെ ലക്ഷണം, എല്ലാം ത്യജിക്കുക. അപ്പം ഇവിടെ ഭഗവാൻ പറയുന്നു എല്ലാ കർമ്മങ്ങളും എന്നിൽ സന്യസ്യ. എന്നിൽ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ എന്നിലേക്ക് സമർപ്പിക്കുക. എല്ലാ കർമ്മങ്ങളും എന്നിൽ സമർപ്പിക്കുക. അപ്പോൾ ചോദ്യം വന്നു, ഏത് ഭഗവാനിൽ? ആരാ ഭഗവാൻ? എങ്ങനെയാണ് സമർപ്പിക്കുക? നമ്മളപ്പോൾ അമ്പലത്തിൽ കൊണ്ടുപോയി ഭണ്ഡാരത്തിൽ കാശിടും, അതൊരു സമർപ്പിക്കലാണ്. അതുപോലെ ഇപ്പോൾ കർമ്മങ്ങൾ എങ്ങനെയാണ് സമർപ്പിക്കുക? പൂവോ മാലയോ ചന്ദനത്തിരിയോ അതൊക്കെ നമുക്ക് കൊണ്ടുപോയി നടയിൽ വെച്ച് സമർപ്പിക്കാം. പക്ഷേ നമ്മൾ കർമ്മങ്ങൾ എങ്ങനെ സമർപ്പിക്കും? അതും ആരാ ഭഗവാൻ? അമ്പല നടയിൽ വെച്ച് കഴിഞ്ഞാൽ ഭഗവാന് സമർപ്പിച്ച ഫീലിംഗ് ഒക്കെ നമുക്കുണ്ടാക്കാം. പക്ഷേ ശരിക്കും നമ്മളതാണോ ഭഗവാന് സമർപ്പിക്കേണ്ടത് എന്നൊക്കെ ആരും ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊന്നും നമുക്ക് ഉത്തരമില്ല. നമ്മൾ നമ്മുടെ ഒരു ആചാരാനുഷ്ഠാനം ചെയ്തു. ഇവിടെ ഭഗവാൻ ആരാണ്, എങ്ങനെ സമർപ്പിക്കും, ഇതൊക്കെ എങ്ങനെ അറിയാം? അതാണ് ഞാൻ പറയുന്നത്, നമ്മളിങ്ങനെ വെറുതെ പുസ്തകം വായിച്ചാൽ ഒരു
പിടുത്തവും കിട്ടില്ല. അപ്പം നാം ഇതൊക്കെ കേൾക്കണം. അതിനാണ് നമ്മൾ ഗുരുമുഖാത് ശ്രുതം എന്ന് പറഞ്ഞത്. ഇത് ആചാര്യന്മാരിൽ നിന്നും കേൾക്കണം. കാരണം ആചാര്യൻ എന്ന് പറഞ്ഞാൽ പുസ്തകം നോക്കി പഠിക്കുന്നവരല്ല. അവരിങ്ങനെ ഗുരു ശിഷ്യ പരമ്പരകളിലൂടെ ആചാര്യന്മാരിലൂടെ കേട്ട് മനസ്സിലാക്കി അവരുടെ ജീവിതത്തിലും അനുഷ്ഠിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് അവർ നമുക്ക് പറഞ്ഞു തരുന്നത്. ശാസ്ത്രം മനസ്സിലാക്കി ശാസ്ത്രചിന്തയിൽ ജീവിച്ച് ശാസ്ത്രത്തെ മനസ്സിലാക്കി കൊടുക്കുന്ന ആളുകളെയാണ് ആചാര്യന്മാർ. അല്ലാതെ പുസ്തകം നോക്കി നമ്മൾ പഠിപ്പിക്കുന്നവരൊക്കെ അധ്യാപകരെന്നാണ് പറയുക, ടീച്ചർ എന്നാണ് പറയുക. ടീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ടീച്ചർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ബുക്കിലുള്ളത് ടീച്ച് ചെയ്യുന്നവരാണ് ടീച്ചർ. ശാസ്ത്രത്തെ ഉൾക്കൊണ്ട് ശാസ്ത്രം മനസ്സിലാക്കി ശാസ്ത്ര വിധിപ്രകാരം മനസ്സിനെ ശീലിപ്പിച്ച് ജീവിതത്തെ കൊണ്ടു നടന്ന് അങ്ങനെ അറിവിനെ ആചരിച്ച് അനുഭവമാക്കുന്ന ആളുകളെയാണ് ആചാര്യന്മാരെന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ആചാര്യന്മാരുടെ പരമ്പരകളിൽ നിന്നും വേണം നമ്മളിത് കേൾക്കാൻ. അപ്പോഴാണ് നമുക്ക് ആ ശ്ലോകങ്ങളുടെ അർത്ഥം പിടികിട്ടുന്നത്. പലപ്പോഴും നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ ഗീതാ പുസ്തകമൊക്കെ വീട്ടിൽ കൊണ്ടുവയ്ക്കും. അത് എനിക്കൊന്നും മനസ്സിലാവില്ല. അങ്ങനെ മനസ്സിലാവുക. കാരണം അതിൻ്റെ വ്യാഖ്യാനം നിങ്ങൾ എത്ര വായിച്ചാലും നിങ്ങൾക്ക് തൃപ്തി വരില്ല. കാരണം നിങ്ങൾക്ക് അറിയേണ്ടത് അറിഞ്ഞു എന്നൊരു കൃതാർത്ഥത വരില്ല. കാരണം വേർഡ് ടു വേർഡ് മീനിങ് മനസ്സിലാക്കിയാൽ എന്ത് മനസ്സിലാവും? നോക്കിപ്പോൾ ഞാൻ പറയാം, സർവാണി കർമാണി, എല്ലാ കർമ്മങ്ങളും മൈ സന്യസ്യ, എന്നിൽ സമർപ്പിച്ച് നീ അധ്യാത്മചേതസ, ആത്മീയമായ ബോധമുള്ളവനായി, നിർമ്മമോ, നിരാശയും അതുപോലെ നിർമ്മമോ മമതയുമില്ലാതെ, വിഗതജ്വര, എല്ലാ ജ്വരങ്ങളും, ജ്വരം എന്ന് പറഞ്ഞാൽ പനി എന്നൊക്കെയാണ് സ്ഥൂലാർത്ഥം, അതിന് സൂക്ഷ്മാർത്ഥം വേറെയാണ്. മാനസികമായി ഒരു സംഭ്രമവുമില്ലാതെ യുദ്ധസ്സ, നിൻ്റെ യുദ്ധം ചെയ്താലും എന്നാണ് സ്ഥൂലാർത്ഥം. അതായത് നീ നിൻ്റെ കർമ്മങ്ങൾ ചെയ്താലും എന്നാണ് അതിൻ്റെ സൂക്ഷ്മാർത്ഥം. ഇത് പറഞ്ഞാൽ എന്താ മനസ്സിലാവും? ഇപ്പോൾ എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ സമർപ്പിച്ച് അധ്യാത്മചേതസ്സോടു കൂടിയിട്ട് ഒന്നിനോടും ഒരു മാനസികമായ പരിഭ്രമങ്ങളില്ലാതെ നീ നിൻ്റെ കർമ്മങ്ങൾ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കെന്താ മനസ്സിലാവുക? നമുക്കത് മനസ്സിലാക്കാനും പ്രയാസം, അത് നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനും പ്രയാസം. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നത് വളരെ ശ്രദ്ധാപൂർവം നാം മനസ്സിലാക്കണം. ഒന്ന്, ഭഗവാനിൽ സമർപ്പിക്കൂ. ഭഗവാൻ ആരാണ്? അതാദ്യം നമുക്ക് ക്ലിയർ ആവണം. ഭഗവാൻ എന്നുള്ള ശബ്ദം, ഭഗവാൻ മയി, മയി, എന്നിൽ എന്നൊക്കെ പറയുമ്പോൾ നാം എപ്പോഴും ഈശ്വരൻ ഭഗവാൻ എന്നൊക്കെ പറയുന്നത് മറ്റാരെയുമല്ല. എപ്പോഴും നമ്മൾ ഓർക്കണം, ഇതര മതങ്ങളിൽ, അതായത് ക്രിസ്തു മതത്തിൽ അവർ ദൈവത്തെ വിളിക്കുന്ന കർത്താവ് എന്നാണ്. സൃഷ്ടികർമ്മം ചെയ്തതുകൊണ്ട് സൃഷ്ടി മുഴുവൻ ചെയ്ത ആളാണ് ദൈവം എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ്, അതായത് സൃഷ്ടി എന്ന കർമ്മം ചെയ്ത ആൾ കർത്താവ്. അതുകൊണ്ട് അവർ ദൈവമേ എന്ന് വിളിക്കുമ്പോഴൊക്കെ കർത്താവ് എന്നുള്ള അർത്ഥത്തിലാണ്. കാരണം മനുഷ്യൻ അവൻ്റെ പരമ്പര മുഴുവൻ വന്നത് ആദം ഹവ്വ എന്നവരിൽ നിന്നാണ്. അവരെ സൃഷ്ടിച്ചത് ദൈവമാണ്. ദൈവം സ്വർഗത്തിൽ വെച്ച് അവരെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് താഴേക്കിട്ടതാണത്രേ ഈ ഭൂമിയിൽ ഇങ്ങനെ മനുഷ്യനായിട്ട് നമ്മളൊക്കെ പൊട്ടിമുളച്ചതിന് കാരണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. പിന്നെ അതിനുശേഷം ദൈവം സ്വർഗത്തിൽ വെച്ചൊരു ഓപ്പറേഷൻ നടത്തിയിട്ടില്ല എന്നപ്പോൾ അവർ പറയണം. പിന്നെ ഭൂമിയിൽ തന്നെ അതിങ്ങനെ സ്വർഗമില്ലാതെ തന്നെ ഭൂമിയിൽ തന്നെ അത് പെറ്റുവരികയുണ്ടായി. ഏതായാലും അങ്ങനെ ഭഗവാൻ എന്ന അവർ വിളിക്കുന്ന കർത്താവിനെയാണ്. ഇനി ഇസ്ലാം മതത്തിലേക്ക് നോക്കിയാലും ഈശ്വരനെ അവർ സൃഷ്ടാവ് എന്നാണ് വിളിക്കുന്നത്. സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ അർത്ഥം വ്യക്തമാണ്, സൃഷ്ടികർമ്മം ചെയ്ത. സെമിറ്റിക് മതങ്ങൾ എന്നാണ് ഇവർ വിളിക്കുക. കാരണം ഇവരെല്ലാം ഈശ്വരനെ സൃഷ്ടാവായിട്ടും കർത്താവായിട്ടും കാണും. കാരണം സൃഷ്ടി ചെയ്തവൻ, മനുഷ്യരൊക്കെ ഈശ്വരൻ്റെ സൃഷ്ടിയിൽപ്പെട്ടവരാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. എന്നാൽ ഹിന്ദുമതം, ഭാരതീയ സംസ്കാരം ഇതിൽ നിന്ന് വിഭിന്നമാണ്. ഭാരതത്തിൽ ഭഗവാൻ എന്ന് വിളിക്കുന്നത്, നിങ്ങൾ വിചാരിക്കരുത് ക്ഷേത്രത്തിലുള്ള ദേവന്മാരെയാണ് ദേവിമാരെയാണ്, അല്ല. പിന്നെ ആരാണ് ഭഗവാൻ എന്നൊക്കെ വിളിക്കുന്നത്? നാം അതിൻ്റെ അർത്ഥം ശരിക്ക് ഗ്രഹിക്കണം. ഭഗം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും ശക്തി പകരുന്നവൻ, നിയമം കൊടുക്കുന്നവൻ.
അതായത് ഭഗവാനെ മനസ്സിലാക്കാൻ നാം നമ്മളിലേക്കൊന്ന് നോക്കിയാൽ മതി. ശ്രദ്ധിക്കുക നിങ്ങൾ, നമ്മുടെ ശരീരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ശരീരം അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വളർന്ന് വികസിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വികാസം ശാസ്ത്രജ്ഞന്മാർ പറയുന്നു ചില പ്രകൃതി നിയമങ്ങൾക്കനുസരിച്ചാണ്. ഓരോ മാസവും അമ്മയുടെ വയറ്റിൽ ഇത്ര മാത്രം വളരണം, ഇത്ര മാത്രം വളരണം. അമ്മയല്ല തീരുമാനിച്ചത്, കുട്ടിയല്ല തീരുമാനിച്ചത്, അല്ലേ? അത് നമുക്ക് അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ആര് തീരുമാനിച്ചു? പ്രകൃതി നിയമം. അതാണ് പറയുന്നത്. പിന്നെ ആ കുട്ടി അമ്മയുടെ വയറ്റിൽ നിന്നും പുറത്തേക്ക് വന്നു, ശ്വാസമെടുക്കാൻ തുടങ്ങി, ആ ശരീരം വീണ്ടും വളരാൻ തുടങ്ങി. അമ്മയുടെ ശരീരത്തിലുള്ള രക്തം മുലപ്പാലായി മാറി, കുട്ടി അത് കുടിക്കുന്നു, കുട്ടിയുടെ ശരീരം വളരുന്നു. അതെങ്ങനെ മുലപ്പാലായി മാറി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയല്ല പാലുണ്ടാക്കുന്നത്, അതും പ്രകൃതി നിയമം. ആ പാല് കുടിച്ച് കുട്ടിയുടെ ശരീരത്തിലേക്ക് അത് വന്ന് പ്രോട്ടീനായി, വൈറ്റമിൻസായി, മിനറൽസായി കുട്ടിയുടെ ശരീരം വളരുന്നു. കുട്ടിക്കുള്ള പ്രതിരോധ ശക്തി അതിൽ നിന്ന് രൂപപ്പെടും. അതാര് തീരുമാനിച്ചു? കുട്ടിയാണോ? പ്രകൃതി നിയമം. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില നിയമങ്ങൾക്കനുസരിച്ചാണ് ശരീരം വളരുന്നത്, വലുതാകുന്നത്, വികസിക്കുന്നത്. ഈ നിയമം ശരിക്കും എന്താണ്? ഇന്നുവരെ ശാസ്ത്രജ്ഞന്മാർ ആ ഒരു കാര്യത്തിലേക്ക് എത്തിയിട്ടില്ല. അതായത് നിയമം എന്ന് പറയുന്നത് ആക്ച്വലി വാട്ട് ഈസ് ദിസ് ലോ? പ്രകൃതി നിയമം, പ്രകൃതി നിയമം, അതായത് ജനിക്കുക മരിക്കുക എന്നുള്ളത് പ്രകൃതി നിയമമാണ്. ഇവിടെ വളരുക എന്നുള്ളത് പ്രകൃതി നിയമമാണ്. നമ്മുടെ ഹൃദയവും ശ്വാസകോശങ്ങളൊക്കെ ഇത്ര സമയത്ത് മിടിക്കുന്നു, ശ്വാസമെടുക്കുന്നു, ഇതൊക്കെ പ്രകൃതി നിയമമാണ്. നമ്മൾ കഴിച്ച ആഹാരം കുടലുകളിലൂടെയൊക്കെ കടന്നുപോയി അവസാനം ദഹിക്കുന്നു, അത് ബ്ലഡാവുന്നു, അതുപോലെ തന്നെ ശരീരത്തിന് വേണ്ടത് ഫാറ്റാകുന്നു, ബാക്കിയുള്ള ഇതെല്ലാം മാലിന്യമായിട്ട് തള്ളപ്പെടുന്നു. ഇതൊക്കെ ആര് തീരുമാനം? ഇതൊക്കെ പ്രകൃതി നിയമമാണ് അത്രേ. ഈ പ്രകൃതി നിയമം എന്ന് പറയുന്നതിൽ നിയമമുണ്ടല്ലോ, ആ നിയമം എന്താണ്? വാട്ട് ഈസ് ദറ്റ് നിയമം? ശാസ്ത്രജ്ഞന്മാരെ ഏറെ കുഴക്കുന്നൊരു വാക്കാണ്. അവർ പറഞ്ഞു നിയമം എന്നത് ഒരു ശക്തിയാണ്, അതും ബുദ്ധിശക്തിയാണ്, അഥവാ ബോധശക്തിയാണ്. അത്രയും അവർ പറഞ്ഞു. ഇറ്റ് ഈസ് എൻ ഇൻ്റലിജൻസ് എന്നാണ്. ആ ഇൻ്റലിജൻസിനാണ്, കാരണം പാശ്ചാത്യരാണല്ലോ കൂടുതലും ഇത്തരം ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ള ഭൗതികമായിട്ട്, അതുകൊണ്ട് അവർ ഇംഗ്ലീഷ് ഭാഷയാണ് ഉപയോഗിക്കുന്നതിന്, ഇൻ്റലിജൻസ് എന്ന്. അതായത് നിയമം എന്ന് പറയുന്നത് ശക്തിയാണ്, അതൊരു ഇൻ്റലിജൻസ് ശക്തിയാണ്. കൂടുതൽ അതിലേക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഈ ഇൻ്റലിജൻസ് ശക്തിക്കനുസരിച്ചാണ് പ്രകൃതിയിൽ വികാസവും പരിണാമങ്ങളും പിന്നീടത് സങ്കോചിക്കുകയും ചെയ്യുന്നത്. ഒരു നിയമത്തിനനുസരിച്ചത് ഓരോ സാധനങ്ങളും ചലിക്കുന്നു. ആ ചലനത്തിനനുസരിച്ചത് പല പരിണാമങ്ങളിലൂടെ, വികാസങ്ങളിലൂടെ കടന്നു പോകുന്നു. അവസാനം ആ വികാസം അതിൻ്റെ ഒരു തലത്തിലെത്തിക്കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു പ്രത്യേക തലത്തിലെത്തിക്കഴിഞ്ഞാൽ അത് സങ്കോചിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഇതൊരു നിയമത്തെ അനുസരിക്കുന്ന പ്രകൃതി ശക്തി. മനസ്സിലാക്കണം, നിയമത്തെ അനുസരിക്കുക. അതായത് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചു, അതിൽ വെള്ളം ഒഴിച്ചു, തീ കത്തിക്കുമ്പോൾ ആ തീയുടെ ചൂടിനനുസരിച്ച് പാത്രം ചൂടാക്കുന്നു, വെള്ളം തിളച്ച് പൊങ്ങി വരുന്നു, ഇല്ലേ? അത് നമുക്ക് കാണാൻ പറ്റും. ആ തീ എന്നൊരു ശക്തിയുടെ പ്രേരണയില്ലെങ്കിൽ, സാന്നിധ്യമില്ലെങ്കിൽ ഈ പാത്രം ചൂടാവാനും പോകുന്നില്ല, വെള്ളം ഒരിക്കലും തിളയ്ക്കാനും പോകുന്നില്ല. മനസ്സിലാവുമല്ലോ അത്? ഇതുപോലെ ഇവിടെ പ്രകൃതി നിയമം എന്ന് പറയുന്ന നിയമത്തിലാണ് വാസ്തവത്തിൽ പ്രകൃതി വികസിക്കുന്നതും പരിണാമം സംഭവിക്കുന്നതും അതിനെ സങ്കോചം. ഭാരതീയ ഋഷിവര്യന്മാർ ആ നിയമത്തെയാണ് ഈശ്വരൻ എന്ന് വിളിച്ചത്. ശ്രദ്ധിക്കണം നിങ്ങൾ, വളരെ ഒന്ന് ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കൂ. എത്രയോ ആളുകൾ ജനിച്ചു, മരിച്ചു, പോയി, പക്ഷെ നിയമം ഇന്നും ഇല്ലേ? ഇന്നും അമ്മയുടെ വയറ്റിൽ ഓരോ മാസവും കുഞ്ഞുങ്ങൾ ഇത്രയാണ് വളരേണ്ടത്. ആ നിയമം അനുസരിച്ചല്ലേ വളരുന്നുള്ളൂ? ആ നിയമം അനുസരിച്ചല്ലേ നമ്മുടെ ഹാർട്ട് മിടിക്കുന്നുള്ളൂ എല്ലാവരുടെയും? ആ നിയമം അനുസരിച്ചല്ലേ ലങ്സ് പ്രവർത്തിക്കുന്നുള്ളൂ? ആ നിയമം അനുസരിച്ചല്ലേ നമ്മൾ ഉണരുന്നതും ഉറങ്ങുന്നതും? ആ നിയമം അനുസരിച്ചല്ലേ ശരീരം വളരുന്നത്? അല്ലെങ്കിൽ തോന്നിയതുപോലെ അങ്ങോട്ട് വളരില്ലായിരുന്നോ? ഇതൊരു നിയമം അനുസരിച്ചല്ല എങ്കിൽ
ശരീരത്തിൻ്റെ ഈ വളർച്ച തന്നെ പ്രൊപ്പോർഷൻ ആവില്ല. ഏത് ഭാഗത്തേക്കാണ് എന്താണ് വേണ്ടതെന്ന് കൃത്യമായി എത്തിച്ച് അവിടെ മാത്രം വളർച്ച. എന്തൊരു ഓർഡറിലാണ് നോക്കൂ. 2 കാലുകളും ഒരേ രീതിയിൽ അങ്ങനെ വളർത്തി, 2 കൈകളും ഒരേ രീതിയിൽ വളർത്തി, അങ്ങനെയല്ലേ നമ്മുടെ ശരീരത്തിൽ വളർച്ച വരുന്നത്. ഇതെല്ലാം ഒരു നിയമത്തെ അനുസരിക്കുന്നു. രൂപങ്ങൾ വന്നു പോയാലും നിയമം അതുപോലെയുണ്ടോ? ഇന്നും നിയമം അവ്യക്തമായി എല്ലാറ്റിനും വികസിക്കാനും വീണ്ടും സങ്കോചിക്കാനും പ്രേരണ കൊടുത്തുകൊണ്ട് ഇവിടെ അനശ്വരമായി നിൽക്കുന്നു. ഇല്ലേ? ഞാനും നിങ്ങളും മരിച്ചുപോയാൽ ആ നിയമം ഇല്ലാതാവുന്നുണ്ടോ? ആ നിയമത്തെയാണ് ഭാരതീയർ നിയാമകൻ. ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഹിന്ദുമതം പറയുന്ന ഈശ്വരൻ നിയാമകൻ. മറ്റവരൊക്കെ കർത്താവ്, സൃഷ്ടാവ് എന്ന് പറയുമ്പോൾ നാം പറയണം നിയാമകൻ. ആ വാക്ക് നിങ്ങൾ ഓർക്കണം. കാരണം നിയാമകൻ എന്ന് പറഞ്ഞാൽ നിയമത്തെ തന്നെ വിളിക്കുന്ന പേരാണ് നിയാമകൻ. കാരണം ബോധശക്തിയായതുകൊണ്ടാണ് നിയാമകൻ എന്ന് വിളിക്കുന്നത്. ആ ബോധ നിയമത്തിലാണ് ഈ പ്രപഞ്ചം വികസിച്ച്, പ്രപഞ്ച ഊർജം വികസിച്ച് പല പരിണാമങ്ങളിലൂടെ കടന്നുപോയി പിന്നെയും സങ്കോചിക്കുന്നത്. ഉണ്ടായി വികസിച്ച് വീണ്ടും സങ്കോചിച്ച് പോകുന്ന ഈ പ്രപഞ്ചം, അതിൻ്റെ പിന്നിൽ പ്രേരണാത്മകമായ ഇതിന് ഊർജം കൊടുക്കുന്ന അല്ലെങ്കിൽ ശക്തി പകരുന്ന നിയാമകൻ. ആ നിയാമകനെ സംസ്കൃത ശബ്ദത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഉപനിഷത്തിൽ വിളിച്ചത് പ്രജ്ഞാനാണ്. പ്രജ്ഞാനം ബ്രഹ്മ. ഈശ്വരൻ എന്നൊക്കെ പറയുമ്പോൾ, ഭഗവാൻ എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും നമ്മൾ നിയാമകൻ എന്നുള്ളൊരു വാക്കോർക്കുക. ആ നിയമശക്തി, ആ നിയമശക്തിയല്ലേ ശരിക്കും ശക്തി. നോക്കൂ, നിങ്ങളുടെ ഹാർട്ട് മിടിക്കുന്നു. ഡോക്ടർമാർ ഹാർട്ടിൻ്റെ മിടിപ്പ്. പക്ഷേ ഏതൊരു നിയമത്തിൻ്റെ പ്രേരണയാലാണോ ഹാർട്ട് മിടിക്കുന്നത്, ആ നിയമത്തിനല്ലേ ഹാർട്ടിൻ്റെ മിടിപ്പിനേക്കാൾ ശക്തി. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? ഇത് മനസ്സിലാക്കാൻ നിങ്ങളൊന്ന് സൂക്ഷ്മമായി ചിന്തിക്കണം. ഇപ്പം നമ്മുടെ ഹാർട്ട് 1 മിനിറ്റിൽ ഇത്ര തവണ മിടിക്കണമെന്നുണ്ട്. നമ്മുടെ ലങ്സ് 1 മിനിറ്റിൽ ഇത്ര ശ്വാസം എടുത്ത് വിടണമെന്നുണ്ട്, ഇല്ലേ? ആ ഒരു തീരുമാനമുണ്ടല്ലോ, ഒരു പ്രജ്ഞ, ഒരു നിയമം. ആ നിയമത്തിനനുസരിച്ചാണല്ലോ ഈ ശ്വാസം വന്നു പോകുന്നത്, അല്ലെ ഹാർട്ട് മിടിക്കുന്നത്. അതല്ലേ? മനസ്സിലായില്ല? ഒരു നിയമത്തിനനുസരിച്ചല്ലേ ഈ ശരീരം പ്രവർത്തിക്കുന്നത്. ആ നിയമത്തിനല്ലേ ശക്തി, അതോ നിയമത്തിൻ്റെ പ്രേരണ കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തിനാണോ ശക്തി? പ്രേരണയ്ക്കാണോ കൂടുതൽ ശക്തി, പ്രവർത്തനത്തിനാണോ? മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പ്രേരണ കൊടുക്കുന്ന ശക്തിക്കാണോ കൂടുതൽ ശക്തി, പ്രവർത്തനത്തിനാണോ? ആ പ്രേരണ ഇല്ലെങ്കിൽ പ്രവർത്തനമുണ്ടോ? പ്രേരണ ഉള്ളത് കൊണ്ടല്ലേ പ്രവർത്തനം ഉള്ളത്. പ്രേരണ ഇല്ലെങ്കിലോ പ്രവർത്തനവും ഇല്ല. നിങ്ങൾക്ക് മനസ്സിലായി തോന്നില്ല. നിങ്ങൾ ആ തലത്തിലേക്കൊന്ന് ചിന്തിച്ചെത്തണമെങ്കിൽ നിങ്ങളെക്കുറിച്ച് തന്നെ പഠനത്തിന് വിഷയമാക്കണം. രാവിലെ നിങ്ങൾ ഉണർന്നു കഴിഞ്ഞ് പലതും ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ മനസ്സ് ഉണരുന്നതിന് ചില നിയമങ്ങൾ ഈ സിസ്റ്റം ഫോളോ ചെയ്യുന്നതുകൊണ്ടല്ലേ ഉണരുന്നത്. ആ നിയമമില്ലെങ്കിൽ, അതായത് കാലത്ത് നിങ്ങളുടെ ഉറക്കം കഴിഞ്ഞാൽ മനസ്സ് ഉണരണം എന്നൊരു നിയമം ഉള്ളതുകൊണ്ടല്ലേ. ഉറക്കം കഴിഞ്ഞാലും മനസ്സ് ഉണരണം എന്നുള്ളൊരു നിയമം ഇല്ലെങ്കിലോ ഇത് ഉണരില്ല. അപ്പം പിന്നെ എന്ത് പ്രവൃത്തിയുള്ളത്? അപ്പം ആ ഉറക്കം കഴിഞ്ഞാൽ മനസ്സ് ഉണരണം എന്നൊരു നിയമം, അതിനാണോ ശക്തി, അതോ ഉണർന്നു കഴിഞ്ഞുള്ള മനസ്സിൻ്റെ പ്രവർത്തനത്തിനാണോ ശക്തി? ചിന്തിച്ചു നോക്കൂ. ഹൃദയം ഇത്ര സമയം മിടിക്കണം എന്ന ആ ഒരു പ്രേരണ, ആ നിയമത്തിനാണോ ശക്തി, അതോ മിടിച്ചുകൊണ്ടിരിക്കുന്ന ശരീരത്തിനാണോ കൂടുതൽ ശക്തി? മിടിക്കുന്ന ശരീരത്തിന് ശക്തിയുണ്ട്, കൂടുതൽ ശക്തി ഇതിനായിരിക്കും. ആ നിയമത്തിനല്ലേ. കാരണം ആ നിയമശക്തി ഇല്ലെങ്കിൽ പിന്നെ എന്ത് പ്രവർത്തനം? അപ്പോൾ ഒരു അനന്തമായ നിയമശക്തിയിലാണ് ഈ ശരീരം മുഴുവൻ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇല്ലയെന്ന് പറയാൻ പറ്റുമോ? നിഷേധിക്കാൻ പറ്റുമോ? ആ നിയമശക്തിയാണ് നിയാമകൻ എന്ന പേരിൽ അറിയപ്പെടുന്നതെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്ന ശക്തിയിലല്ലേ ഇതെല്ലാം നടക്കുന്നത്. അതാണ് ഈശാവാസ്യ ഉപനിഷത്തിൽ പറഞ്ഞ് ഈശാവാസ്യം ഇതം സർവം. എല്ലാം
ഒരേ ഈശ്വരനിൽ പ്രവർത്തിക്കുന്നു. നിയമം എല്ലാവരിലും ഒരുപോലെയാണ്, അതിന് ജാതിയും മതവും ഇല്ല. മുസ്ലിമിന് അവരുടെ ഹൃദയത്തിനൊരു നിയമം, നമ്മുടെ ഹൃദയത്തിനൊരു നിയമം, നാളെ ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ ശരീരത്തിന് അങ്ങനെ ഉണ്ടോ? എല്ലാറ്റിനും ഒരു നിയമമല്ലേ ഉള്ളൂ. അതുതന്നെയാണ് ഭാരതീയർ മനസ്സിലാക്കിയ ഈശ്വരൻ. അപ്പം അതുകൊണ്ട് ഈശ്വരൻ ആരാണെന്ന ചോദ്യത്തിന് ആദ്യ ഉത്തരം കിട്ടണം. ആരെയാണ് നാം കൃഷ്ണൻ എന്ന് വിളിക്കുന്നത്? കർഷതി ഇതി കൃഷ്ണ, രമതി ഇതി രാമ. ആരാണ് രാമൻ? ആരാണ് കൃഷ്ണൻ? ആരാണ് ഭഗവാൻ? എല്ലാം ഉള്ളിൽ നോക്കി പറയണം. ഈ ശരീരം മുഴുവൻ ഏതൊരു നിയമത്തിൻ്റെ പ്രേരണ കൊണ്ടാണോ സ്പന്ദിക്കുന്നത്, വികസിക്കുന്നത്, വികസിച്ച് കുറേ കഴിഞ്ഞാൽ സങ്കോചിച്ച് വീണ്ടും ഊർജമായി പരിണമിക്കുന്നത്, അതിന് പ്രേരണ നൽകുന്ന ശക്തിയാണ്, നിയമമാണ് ഈശ്വരൻ. ഇത് നാം ഉൾക്കൊണ്ടുകൊണ്ട് ഗീതയിലെ ശ്ലോകങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ഇപ്പം നിങ്ങളെ ഓരോരുത്തരെയും നിലനിർത്തുന്ന ആ ശക്തിയെ വിട്ടുകൊണ്ട്, മറന്നുകൊണ്ട് നാം ജീവിക്കാൻ തുടങ്ങിയാൽ ജീവിതം തകർച്ചയായിരിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ വിഷയത്തിൽ കൂടുതൽ അടുത്ത ക്ലാസ്സിൽ നോക്കാം, വ്യാഖ്യാനങ്ങൾ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാമം.